എന്നും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കാണുന്ന കാഴ്ചകൾ ഇതാണ്ടേ. ഇന്ന് നമ്മൾ സൈഡ് സീറ്റിലിരുന്ന് കാണാൻ പോകുന്ന വീഡിയോയാണിത്. ഇന്ന് നമ്മുടെ സ്വന്തം മണിയപ്പനോട് ആട്ടെ ഒരു ലോഡ് മെറ്റിലെടുക്കാൻ വേണ്ടി നമ്മൾ ആര്യങ്കാവ് നേരെ തമിഴ്നാട്ടിലേക്ക് ഒരു യാത്രയാണിത്. കിറുക്കന്മാർ നമ്മളിപ്പോൾ പോകുന്ന റൂട്ടാണ് ആര്യങ്കാവ് റൂട്ട്. രാത്രിയൊക്കെ ആയി കഴിയുമ്പോഴത്തേന് ഇപ്പം മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ അയ്യപ്പന്മാർ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരുടെ തിരക്കാണ്. 100 ലൈറ്റ് കാണും വണ്ടിയിലൊക്കെ. ഇത് നല്ല കൊടും വളം, അവിടെ നിന്ന് വണ്ടി വരുന്ന അറിയത്തില്ല. നമ്മൾ ഇവിടെ നിന്ന് ചവിട്ടി നോക്കിയിട്ടൊക്കെ പോകാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ 13 കണ്ണറ പാലം എത്തിയിരിക്കുകയാണ്. പക്ഷെ ട്രെയിനിൽ കൂടെ പോകുമ്പോ രസമാണ്, ട്രെയിനിൽ പോകുമ്പോ രസം കേട്ടോ. കഴിഞ്ഞോട്ടെ ഞാൻ പോയപ്പോഴത്തേന് അടിപൊളിയായിരുന്നു. കിടിലൻ കാടിന്റെ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റൂട്ടാണ് നമ്മുടെ കൊല്ലം തിരുമംഗലം ദേശീയപാത. ഏകദേശം പുനലൂര് കഴിഞ്ഞാൽ പിന്നെ നല്ല വളവും തിരിവും ഒക്കെ ഉള്ള റൂട്ടാണ്. അപ്പോൾ നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ പണി കിട്ടാനും സാധ്യതയുണ്ട്. ഇതാണ് കഴുതുരുട്ടി. ഈ റൂട്ട് കയറിപ്പോയാൽ നമുക്ക് അമ്പനാടൊക്കെ പോകാം കേട്ടോ. അമ്പനാടൊക്കെ പോകുന്ന വഴിയത് കഴുതുരുട്ടി ഇടത്തോട്ട് കയറി പോകുന്നത്. ഇത് കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ. ചുമ്മാ കമ്പനിയൊന്നും ചുമ്മാ കൊടുത്തേക്കുന്നതല്ല ഈ ഗ്ലാസ് ആ ഗ്ലാസ് ഒന്നും. നമ്മൾ വിചാരിക്കും ഒരു ലുക്ക്, ചിലർ വിചാരിക്കും ലുക്കിന് കൊടുത്തേക്കായിരിക്കുന്നത്. ലുക്കിന് മാത്രമല്ല, ഇങ്ങനെ ഉപകാരങ്ങൾക്ക് വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ സ്ഥിരം ലോഡ് എടുക്കാൻ പോകുമ്പോഴത്തേന് ഏകദേശം ആര്യങ്കാവൊക്കെ ആകുമ്പോഴത്തേന് ഉച്ചയാവും. ആ സമയമാകുമ്പോഴത്തേന് നമ്മൾ അവിടെ ഏതൊരു കടയിൽ കയറി നല്ല ഊണൊക്കെ കിട്ടും. അവിടെ നമ്മൾ ഊണൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. എന്നും നമ്മൾ ഈ റൂട്ട് ഡ്രൈവിംഗ് സീറ്റിലിരുന്നാണ് പോകാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ മണിയപ്പൻ്റെ കൂടെ സൈഡ് സീറ്റിലിരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകാമെന്ന് കരുതി. നിങ്ങളെയും കൂടി ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കണമല്ലോ. അങ്ങനെ നമ്മൾ ആര്യങ്കാവിൽ ഇപ്പോൾ സ്ഥിരം കാണുന്ന ഏറ്റവും കൂടുതൽ കടകളെന്ന് വെച്ചാൽ ലോട്ടറി കച്ചവടമാണ്. ബോർഡറുകൾ നമ്മളിപ്പം കേരള തമിഴ്നാട് ബോർഡറായാലും കേരള കർണാടക ബോർഡറായാലും എല്ലായിടത്തും പൊതുവേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലോട്ടറി ബിസിനസ്സാണ്. ഞാൻ കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരത്തേക്ക് പോകാൻ നേരത്ത് ഇതേ കണക്ക് തന്നെ ലോട്ടറി കച്ചവടം ഇഷ്ടംപോലുണ്ട്. ഇതാണ് നമ്മുടെ തമിഴ്നാട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ആര്യങ്കാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോർഡറായിട്ട് വരുന്ന കോട്ടവാസല. അപ്പോൾ കോട്ടവാസല കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇറക്കമാണ്. ഇതൊരു വ്യൂ പോയിന്റ് കേട്ടോ. ഈ ഇറക്കം മാത്രമല്ല, ഇറക്കത്തിലൂടെ നല്ല കൊടും വളവുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നല്ല ബെൻഡ് വളവുകളാണ്. ഇങ്ങോട്ട് ലോഡുമായിട്ട് കയറി വരുന്ന വണ്ടികൾ മിക്കതും ഇതാണൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന കാണാം. അപ്പം നമ്മളന്ന് പോയ വഴിക്ക് അന്ന് ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. വാടകയ്ക്ക് എടുത്തിട്ടേക്കുന്ന ട്രെയിനാണ്. ശബരിമല സീസൺ പ്രമാണിച്ച് വോളണ്ടിയർമാരും പോലീസുകാരൊക്കെ ഇഷ്ടംപോലെ എക്സ്പെൻറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് വലിയ ബ്ലോക്ക് ഇല്ലാതെ പോകുന്നത്. എങ്കിൽ പോലും ചില സമയത്ത് നമ്മളൊക്കെ അങ്ങ് പെട്ടുപോകും. മണിക്കൂറുകളോളം പിന്നെ കിടക്കേണ്ടി വരും. അത് ഈ കുത്തിക്കേറി വണ്ടികൾ കയറി വരുമല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ സാധാരണ ഇപ്പോൾ എക്സ്പെൻറ്റൊക്കെ ഇറങ്ങി നേരെ തമിഴ്നാട് ചെന്നിട്ടാണ് ഡീസൽ അടിയും ആഡ്ബ്ലൂ അടിയും കാര്യങ്ങളെല്ലാം. കാരണം വിലക്കുറവാണല്ലോ, അപ്പം നമുക്ക് അവിടെ നിന്ന് അടിക്കുന്നതാണ് ലാഭം. അങ്ങനെ ആഡ്ബ്ലൂ അടിയും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വണ്ടി എടുത്തു. ഏകദേശം പകുതി ആയതുള്ളൂ, ഇനിയും ഒരുപാട് ദൂരം ഓടാനുണ്ട്. നമ്മൾ പുളിയറ കയറി എന്ന് പറഞ്ഞ് എത്തിയെന്ന് ആയിട്ടില്ല. അപ്പോൾ ഇതാണ് പോലീസ് ചെക്ക് പോസ്റ്റ്, പുളിയറ പോലീസ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ വഴിനീളം നമ്മളെ കൂട്ടുകാരെയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാവുന്നവരൊക്കെ തന്നെ. നമ്മൾ ഹസ്ബൻഡൊക്കെ ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞാൽ കാലാവസ്ഥ ഫുള്ള് മാറ്റമായിരിക്കും കേട്ടോ. ചിലപ്പോൾ മേളിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ താഴെ വരുമ്പോഴത്തേനും നല്ല ചൂടായിരിക്കും, നല്ല വെയിലായിരിക്കും. ഒരു കാറ്റാ. അങ്ങനെ ചെങ്കോട്ട എടുക്കാറായപ്പോഴത്തേനും നമ്മളെ കൂട്ടുകാരനായ രഞ്ജിത്തണ്ണൻ വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. കാരണം മണിയപ്പനായാലും രഞ്ജിത്തണ്ണൻ ഞങ്ങളെല്ലാവരും റിസോർട്ടായിരുന്നു. അങ്ങനെ ഞാൻ മണിയപ്പനെ ടാറ്റ പറഞ്ഞ് വെളിയിറങ്ങി നിൽക്കാൻ നേരത്ത് രഞ്ജിത്തണ്ണല്ല, ഇതാണ് നമ്മളെ ഉണ്ണിക്കുട്ടൻ, നമ്മളെ സ്വന്തം രതീശണ്ണൻ മാതയായിട്ട് വന്ന് എന്നെ കണ്ട് നിർത്തിയതാണ്. അങ്ങനെ രതീശണ്ണൻ വേറെ റിസോർട്ടായിട്ടുണ്ട്. രതീശണ്ണൻ പോയപ്പോഴത്തേനും നമ്മളെ പൊന്ന് കണ്ണപ്പൻ വരുന്നു. അങ്ങനെ കണ്ണപ്പനും പോയി കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ സ്വന്തം രഞ്ജിത്ത് ബ്രോ താണ്ടെ വണ്ടിയായിട്ട് വന്ന് മുരഹരയുടെ 22 വീല് ട്രെയിലറുമായിട്ട്. ഇനിയിപ്പോൾ യാത്ര ട്രെയിലറിലാവട്ടെ. നമുക്ക് പോകാനുള്ള അടുത്ത വണ്ടി കസവുകാരം മുണ്ടൊക്കെ എടുത്ത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ കേട്ടോ. അമ്പലത്തിൽ പോകുന്ന ലുക്കിലെ വണ്ടി ഓടിക്കും. നമ്മൾ ലോഡ് എടുക്കാൻ കടയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് പോകുന്നത് ചെങ്കോട്ട വന്നിട്ട് പിന്നെ കുറ്റാലം വഴി പോകണം. കുറ്റാലം ടൗണിൽ കൂടെ ഒന്നും വണ്ടി വിടത്തില്ല. നമ്മളെ വേറെ റൂട്ടൊക്കെ കയറ്റി കറങ്ങി തിരിഞ്ഞ് ഒരു വലത്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലോഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതാണ് കുറ്റാലം വഴി നമ്മുടെ വലിയ വണ്ടികളൊന്നും വിടത്തില്ല. ഞങ്ങളെ കറക്കേ വിടത്തുള്ളൂ അല്ലേ. ഇച്ചിരി കറക്കാം അല്ലേ, ഇച്ചിരി കറക്കാതെ ഇച്ചിരി തോനെ കറക്കം. തമിഴ്നാട്ടിൽ നല്ല വിജനമായിട്ടുള്ള വീതിയുള്ള റോഡുകളൊക്കെ ആണെന്നുള്ള ധാരണയുണ്ട്. പക്ഷെ ടൗൺ എത്തിക്കഴിഞ്ഞാൽ തീർന്നു. ഇത്രയും വലിയ വണ്ടികളൊക്കെ പോകുമ്പോഴത്തേനും ബ്ലോക്ക് ആവും. അവിടെ എടുത്ത് വെക്കുന്നുണ്ട, എന്നിട്ട് മാറ്റത്തോലും ഇല്ല.
ഇതാണ് കടയം. ഇതുപോലെ ഇടുങ്ങിയ കുറേ ജംഗ്ഷനുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഇവിടെയാണ് വിഷയം. ഈ ടൗൺ ഏരിയ വരുമ്പോഴത്തേന് ഈ റോഡുകൾ മൊത്തം നല്ല വീതിയുള്ള റോഡുകളാണ്. ഈ ടൗൺ കഴിഞ്ഞാൽ ഈ ടൗൺ എത്തുമ്പോഴത്തേന് നല്ല വീതി കുറഞ്ഞ് ഇടുങ്ങിയ റോഡാവും. അപ്പോൾ ഈ ബൈക്കുകാരൊക്കെ സൈഡിൽ ഇവർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാനൊന്നും സ്ഥലം കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് ഇടയകാല ജംഗ്ഷൻ. ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്രഷർ എത്തും. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ അംബാസമുദ്രം, നേരെ പോയാൽ തിരുനെൽവേലി, ഇങ്ങനെ പല റൂട്ട് പോകാം. തമിഴ്നാട് കയറി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കാഴ്ച മൊത്തം ഇതാണൊക്കെയുള്ള കൃഷി സ്ഥലങ്ങളായിരിക്കും. നെൽകൃഷിയോ ഇതുപോലെ മരച്ചീനി കൃഷി വരെയുണ്ട് ഇപ്പം. അങ്ങനെ നമ്മൾ നമ്മുടെ ക്രഷറിലോട്ട് പോകുന്ന വഴി കയറി. അത് നമ്മൾ ഒരു വണ്ടി കഷ്ടിച്ചേ പോകത്തുള്ളൂ. പിന്നെ അവിടെ എവിടെയും കുറച്ച് സ്ഥലങ്ങൾ കാണും ഇതുപോലെ വണ്ടി ഒതുക്കി കൊടുക്കാൻ. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴത്തേന് ഇച്ചിരി സമയം എടുത്തിട്ടാണ് ഇതൊക്കെ മാറിപ്പോകുന്നത്. എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു വിഷയവുമില്ല. അങ്ങനെ നമ്മൾ ക്രഷർ ചെന്ന് ലോഡ് കയറ്റാൻ നേരത്തേക്ക് മണിയപ്പനോട് ലോഡൊക്കെ കയറ്റി വണ്ടി ഒതുക്കിയിട്ട് ഇനിയിപ്പോൾ രാത്രി 8 മണിയാകുമ്പോഴേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റൂ. ഇവിടെ തമിഴ്നാട് തെങ്കാശിയിലൊക്കെ എന്ന് വെച്ചാൽ വൈകിട്ട് 3 തൊട്ട് രാത്രി 8 മണി വരെ സ്കൂൾ ടൈമിൽ. ആ സമയത്ത് ടിപ്പർ ലോറികൾ, പൊതുവെ മെറ്റീരിയൽ വണ്ടികൾ ഓടിക്കൂടാ. ക്യാൻറ്റീനിൽ ചായ കുടിക്കുമ്പോൾ ചായ ഉണ്ടെന്ന് പറഞ്ഞു, ചായം കടി. അങ്ങനെ ഞാനും മണിയപ്പനും രഞ്ജിത്തണ്ണോട് നേരെ ചായ കുടിക്കാനായിട്ട് നേരെ ക്രഷറിൻ്റെ ക്യാൻറ്റീനിലേക്ക്. ഇതാണ് ക്യാൻറ്റീൻ. തമിഴ്നാട് ക്രഷറിലേക്കെന്ന് വെച്ചാൽ എപ്പോഴും ഫുഡൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും മിക്ക ക്രഷറിലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും ചായയും പിന്നെ ഉച്ചയ്ക്ക് ഊണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചായ കുടിച്ച് രാത്രി 8 മണിയാവുമല്ലോ ലോഡ് കിട്ടാൻ. അപ്പോഴത്തേനും നമുക്ക് അടുത്ത ചായയും കടിയും കാര്യങ്ങളൊക്കെ അവരായിട്ട് തന്നെ മേടിച്ച് തന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുമ്പോഴത്തേന് രസമായിട്ട് അങ്ങ് പോകും കേട്ടോ. എത്ര സമയം പോകുന്നത് അറിയത്തില്ല. അല്ലാതെ നമ്മൾ ഒറ്റപ്പെട്ടൊക്കെ വന്ന് കിടക്കുവാണെങ്കിൽ കട്ട പോസ്റ്റ് എന്ന് വെച്ചാൽ കട്ട പോസ്റ്റാണ്. അതാണ് ക്രഷറിൽ നിന്ന് ബില്ലൊക്കെ ആയി. ബില്ലും പാസ്സൊക്കെ കിട്ടി. നമുക്ക് ബിൽ പാസ് കിട്ടിയില്ല. റേഞ്ചില്ല. അപ്പോൾ പാസ് കിട്ടി. ഓരോ വണ്ടികൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു, ലോഡും കയറ്റിക്കൊണ്ട്. അങ്ങനെ എല്ലാവർക്കും പാസ്സായിട്ട് നമ്മളെ മണിയപ്പന് റേഞ്ചും കിട്ടുന്നില്ല, ഗൂഗിൾ പേന്ന് പൈസയും പോകുന്നില്ല. പിന്നെ ഒരുവിധം വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് പാസ്സൊക്കെ അടിച്ച് ഞങ്ങളെ മേടിച്ച് ഇനി തിരിച്ച് നമ്മളെ കൊല്ലത്തേക്ക്. എന്തായാലും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നും വണ്ടിയും കൊണ്ട് പോകുന്ന ഇത് കണക്കൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഡെയിലി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു രീതി തന്നെ. അഡ്വഞ്ചർ ട്രിപ്പാണ്. നമ്മുടെ രഞ്ജിത്തുമോന്റെ വണ്ടി ഓവർടേക്ക് ചെയ്യും. രഞ്ജിത്തുമോൻ എന്ത് ചെയ്യാൻ ലോഡ് കൊടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരോടും അങ്ങ് പോയി ഒരുമിച്ച് കാപ്പിയൊക്കെ ഇവിടുന്ന് കുടിച്ച് പല വഴിക്ക് അങ്ങ് മാറിപ്പോകും. നമ്മളന്ന് വന്ന വഴിക്ക് പെരുമഴ എന്ന് വെച്ചാൽ പെരുമഴയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റ, അടുത്ത വീഡിയോ കാണാം.